2026 വിഷു വർഷഫലം രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷു എന്ന് പറയുന്നത് ഗുണാധിക്യം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങളുടെ ശനി വളരെ നല്ല രീതിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ 2026 എന്ന് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് കരിയറിലൊരു ഗ്രോത്തും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിരതയൊക്കെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ കൈവരിക്കാനായിട്ട് കഴിയുന്നതാണ്. വർഷ മധ്യത്തോടുകൂടി കുടുംബത്തിൽ അകാരണമായിട്ടുള്ള കലഹവും അതുപോലെ തന്നെ ദ്രവ്യനാശവും ഒക്കെ വന്നു ഭവിക്കാം. സന്താനങ്ങൾക്ക് പലതരത്തിലുള്ള അരിഷ്ടതയും രോഗാതിപദ്രവങ്ങളും ഒക്കെ നിങ്ങൾക്ക് യോഗ്യമായി കാണുന്നുണ്ട്. ദീർഘദൂര യാത്രകളും യാത്രാക്ലേശവും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ധാരാളം ധന ചിലവുകൾ ദ്രവ്യമൊക്കെ ധാരാളം ചിലവാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പുതിയ അവസരങ്ങൾ പലതും നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു വർഷമാണ് ഈ പറയുന്ന വിഷുവർഷം. പ്രണയകർത്താക്കളായിട്ടുള്ളവർക്ക് പ്രേമം വിവാഹത്തിലെത്തിക്കുന്നതാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി നിങ്ങളുടെ പ്രേമം പൂത്തുലഞ്ഞ് വിവാഹത്തിലേക്കൊക്കെ എത്തിക്കാൻ സാധിക്കുന്നതാണ്. പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ കൂടുതൽ സ്നേഹത്തോടു കൂടി പെരുമാറുന്നത് കൊണ്ട് കുടുംബത്തിൽ തീർച്ചയായിട്ടും സമാധാനവും സന്തോഷവും കൈവരുന്നതാണ്. പൊട്ടൻഷ്യലായിട്ടുള്ള നല്ല ബിസിനസ്സുകാർക്ക് നല്ല ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് ധാരാളം യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ആരോഗ്യ കാര്യത്തിൽ പുതിയ തരത്തിലുള്ള നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ ജീവിതശൈലി രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള ഒരു ചികിത്സയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല മാറ്റങ്ങൾ ഈ വർഷം അനുഭവയോഗ്യമാകും. കാരണം ഇതുവരെ തീരെ വയ്യാതെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്നവർ ജീവിതശൈലി രോഗത്തിൽ നിന്ന് മുക്തിയായിട്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് പൊതുവെ ഒരു ശാന്തതയും സമാധാനവും കൈവരിക്കാൻ പറ്റുന്ന കാലമാണ് ഈ ഒരു വർഷം തന്നെ. വർഷാവസാനത്തോടു കൂടി പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളൊക്കെ ഉടലെടുക്കുകയും അതിലൂടെ നിങ്ങൾക്ക് പുതിയ തലങ്ങൾ കണ്ടുപിടിച്ച് പുതിയ ആദായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പണസമ്പാദനത്തിലും അതുപോലെ തന്നെ കടം വീട്ടുന്നതിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നല്ലതായിരിക്കും. കിട്ടുന്ന പണം കൊണ്ട് കുറേശ്ശെയായിട്ട് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പുതിയ തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുകയും അതിലേക്ക് ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് തീരുമാനമാക്കി എടുത്തിട്ട് ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കൂടുതൽ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുക, പ്രത്യേകിച്ച് പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നേരത്തെ തുടങ്ങി വച്ചിട്ടുള്ള നിക്ഷേപങ്ങളോ ഊഹാപോഹ കച്ചവടങ്ങളിലൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലോ സംരംഭങ്ങളൊക്കെ തുടങ്ങി വച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നതാണ്. ചെലവുകളൊക്കെ ധാരാളമായിട്ട് അധികരിക്കുന്ന ഒരു വർഷമാണ്. സാമ്പത്തിക ബാധ്യത വരാതിരിക്കാനായിട്ട് നിങ്ങളുടെ തന്നെ ശ്രദ്ധ നല്ലതുപോലെ പതിയുന്നത് നന്നായിരിക്കും. സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതിനാൽ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അവരവർ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നത് നന്നായിരിക്കും. ദോഷാധിക്യം കൂടിയിരിക്കുകയും ഗുണാധിക്യം കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരു വർഷമല്ല, മറിച്ച് നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും കുറച്ചൊക്കെ ദോഷങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ദോഷങ്ങൾ മാറുന്നതിനായിട്ട് ശനി നിങ്ങൾക്ക് അനുകൂലപ്രദനാണ്. അതുകൊണ്ട് തന്നെ ഈ 2026 വിഷു വർഷം നിങ്ങൾക്ക് അനുകൂലപ്രദമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹനുമാന് വെറ്റിലമാല, കുങ്കുമാർച്ചന, അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം വ്രതം ഒക്കെ എടുക്കുന്നതും വ്രതോപാസനകളൊക്കെ എടുക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ഗൃഹത്തിലെ വീട്ടമ്മമാരായിട്ടുള്ള അമ്മമാർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീട്ടിൽ മഹാലക്ഷ്മി പൂജകളൊക്കെ പഠിച്ച് തനിയെ മഹാലക്ഷ്മി പൂജയൊക്കെ ചെയ്യുന്നത് സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകുന്നതിനും കുടുംബത്തിൽ പൊതുവെ ഐശ്വര്യം വന്ന് കളിയാടുന്നതിനും ഉത്തമമായിരിക്കും.